ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സന്ദീപ്. ബട്ട് ബൈ മലയാളീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹീന്ദ്ര XUV 700. യെസ്, ദ മോസ്റ്റ് അവൈറ്റഡ് SUV ഓഫ് ദിസ് ഇയർ. മഹീന്ദ്ര കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് XUV 700 ലോഞ്ച് ചെയ്തപ്പോൾ എല്ലാ വേരിയൻസിന്റെയും പ്രൈസ് ഡീറ്റെയിൽസ് റിവീൽ ചെയ്തിട്ടില്ല. കുറച്ച് വേരിയൻസിന്റെ പ്രൈസ് ഡീറ്റെയിൽസും അതിന്റെ ഫീച്ചേഴ്സും മാത്രമേ മഹീന്ദ്ര റിവീൽ ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര XUV 700 ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് ഏതാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് അനലൈസ് ചെയ്യാൻ കഴിയില്ല. മഹീന്ദ്ര എല്ലാ വേരിയൻസിന്റെയും ഫുൾ ഡീറ്റെയിൽസ് ലോഞ്ച് ചെയ്യുന്ന ദിവസം തന്നെ അതിന്റെ ഒരു വീഡിയോ, ഒരു കംപ്ലീറ്റ് വാല്യൂ ഫോർ മണി അനാലിസിസ് വീഡിയോ ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ മഹീന്ദ്ര XUV 700 ഡിഫറെന്റ് വേരിയൻസ് ഏതൊക്കെയാണ്, അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസസ് എന്തൊക്കെയാണ്, ഈ വേരിയൻസ് എല്ലാം ഏത് എഞ്ചിനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതിന്റെ പവർ കോൺഫിഗറേഷൻ എന്താണ്, ഇതിൽ മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതുപുത്തൻ സൂപ്പർ സ്റ്റൈലിഷ് ഫങ്ഷണൽ സേഫ്റ്റി ലക്ഷറി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓരോ വേരിയൻസിന്റെയും ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ ഏതൊക്കെയാണ്, അതുപോലെ ഇതിലെ വേരിയൻസിന്റെ പ്രൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മഹീന്ദ്ര XUV 700 ഡയമെൻഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് 4695 മില്ലിമീറ്ററും ഇതിന്റെ വിഡ്ത് 1890 മില്ലിമീറ്ററും ഇതിന്റെ ഹൈറ്റ് 1755 മില്ലിമീറ്ററുമാണ്. സോ ഒരു കമ്പാരിസൺ എന്ന നിലയിൽ ഇതിന്റെ മെയിൻ കോമ്പറ്റേറ്ററായ ടാറ്റ സഫാരിയുമായി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ സഫാരിയെക്കാളും ഏകദേശം ഒരു 30-35 മില്ലിമീറ്ററോളം ലെങ്ത് കൂടുതലാണ് ഈ വണ്ടിക്ക്. വിഡ്ത്തിന്റെ കാര്യത്തിലും ഹൈറ്റിന്റെ കാര്യത്തിലും സഫാരിയെക്കാളും ഒരു പൊടിക്ക് വിഡ്ത്തും ഹൈറ്റും കുറവാണ് XUV 700. ഇനി ഈ വണ്ടിയുടെ വേരിയൻസും അതിന്റെ പ്രൈസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹീന്ദ്ര XUV 700ന്റെ വേരിയൻസ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ബേസ് വേരിയന്റ് ആയ MX സീരീസും മറ്റേത് കുറച്ചുകൂടെ കൂടിയ വേരിയന്റ് സെക്ഷൻസ് ആയ AX സീരീസും. അതായത് കുറച്ചും കൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് AX സീരീസ്. സോ മഹീന്ദ്ര XUV 700 എല്ലാ കണക്റ്റഡ് കാർ ടെക്നോളജി ഇവർ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അഡ്രിനോക്സ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. സോ അതാണ് AX സീരീസ്. സോ XUV 700 വേരിയൻസ് ആണ് ബേസ് വേരിയന്റ് ആയ MX, അത് കഴിഞ്ഞാൽ AX3, അത് കഴിഞ്ഞാൽ AX5 ആൻഡ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വേരിയന്റ് ആയ AX7. ഈ എല്ലാ വേരിയൻസും 6 സ്പീഡ് മാനുവൽ ആൻഡ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസിഷൻസിൽ അവൈലബിൾ ആണ്. ഇതിൽ XUV 700 5 സീറ്റർ കോമ്പിനേഷൻസിന്റെ പ്രൈസസ് മാത്രമേ മഹീന്ദ്ര ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളൂ. 7 സീറ്റർ വേരിയൻസിന്റെ പ്രൈസസ് മഹീന്ദ്ര റിവീൽ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ 5 സീറ്റർ കോമ്പിനേഷന്റെ പ്രൈസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് വേരിയന്റ് ആയ MXന്റെ പെട്രോൾ മാനുവൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെറും 12 ലക്ഷം രൂപയ്ക്കാണ് എക്സ് ഷോറൂം വില. ഒന്ന് ആലോചിച്ച് നോക്കണം, മഹീന്ദ്ര XUV 700 എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയുടെ ഏറ്റവും ബേസ് വേരിയന്റ് ഇൻട്രോഡക്ടറി പ്രൈസ് വെറും 12 ലക്ഷം രൂപയാണ്. ഇത് ഭയങ്കര ഒരു അഗ്രസീവ് പ്രൈസിംഗ് ആണ് മഹീന്ദ്ര ചെയ്തിട്ടുള്ളത്. 5 സീറ്റർ സെഗ്മെന്റിലെ SUVകൾക്കും കോമ്പാക്ട് SUVകൾക്കും ഉൾപ്പെടെ ഭയങ്കര വലിയൊരു വെല്ലുവിളി ആയിട്ടാണ് ഇത്രയും കുറഞ്ഞൊരു അഗ്രസീവ് പ്രൈസിംഗുമായി മഹീന്ദ്ര XUV 700 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. MX ഡീസൽ മാനുവൽ ട്രാൻസിഷന്റെ വിലയാണെങ്കിൽ വെറും 12,50,000 രൂപയാണ് എക്സ് ഷോറൂം വില. അതുപോലെ തന്നെ AX3യുടെ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷന്റെ വില 14 ലക്ഷം രൂപയാണ്. AX5 പെട്രോളിന്റെ മാനുവൽ ട്രാൻസ്മിഷന്റെ വില 15 ലക്ഷം രൂപയാണ്. സോ ഈ വേരിയൻസിന്റെ എല്ലാം മാനുവൽ ട്രാൻസ്മിഷന്റെ വില മാത്രമേ മഹീന്ദ്ര ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളൂ. ഇവരുടെ ഒന്നും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ വില മഹീന്ദ്ര റിവീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബേസ് വേരിയന്റ് ആയ MX വേരിയന്റിൽ മാത്രമേ പെട്രോളിന്റെയും ഡീസലിന്റെയും വില മഹീന്ദ്ര റിവീൽ ചെയ്തിട്ടുള്ളൂ. അതിന് മുകളിലോട്ടുള്ള AX3യുടെയും AX5യുടെയും പെട്രോളിന്റെ വില മാത്രമേ മഹീന്ദ്ര റിവീൽ ചെയ്തിട്ടുള്ളൂ. ഡീസലിന്റെ വില മഹീന്ദ്ര റിവീൽ ചെയ്തിട്ടില്ല. ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ AX7ന്റെ പെട്രോളിന്റെയോ ഡീസലിന്റെയോ മാനുവലിന്റെയോ ഓട്ടോമാറ്റിക്കിന്റെയോ ഒന്നിന്റെയും വില മഹീന്ദ്ര ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. XUV 700 എഞ്ചിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹീന്ദ്ര ഈ വണ്ടിയിൽ മഹീന്ദ്രയുടെ ഫേമസ് ആയ M സ്റ്റാലിയൻ ആൻഡ് M ഹോക്ക് എഞ്ചിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ പെട്രോൾ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ഫേമസ് ആയ M സ്റ്റാലിയൻ എഞ്ചിനാണ്. ഇതൊരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 200 PS പവറും 380 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. MX ബേസ് വേരിയന്റ് മുതൽ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ AX7 എല്ലാ വേരിയന്റ്സിലെയും പെട്രോൾ എഞ്ചിൻ ഈ സെയിം എഞ്ചിനാണ്, ഈ സെയിം പവർ ആൻഡ് ടോർക്ക് കോൺഫിഗറേഷൻ ആണ്. നൗ കമ്മിങ് ടു ഡീസൽ എഞ്ചിൻ, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് മഹീന്ദ്ര ഇതിൽ പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബേസ് വേരിയന്റ് ആയ MX-ലെ ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 155 PS പവറും 360 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. പക്ഷെ വേരിയൻസ് കൂടുമ്പോൾ, അതായത് AX3, AX5, AX7 എന്നിങ്ങനത്തെ ടോപ്പ് വേരിയൻസിലെ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 185 PS പവറും 420 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് AX3, AX5, AX7 ആണെങ്കിൽ 185 PS പവറും 450 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹീന്ദ്ര പണ്ട് മുതലേ ഒരു ഭയങ്കര പവർഫുൾ ആൻഡ് ടോർക്കി വണ്ടിയാണ്. സോ ഈ XUV 700 കാര്യത്തിലും മഹീന്ദ്ര ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടുള്ള ഒരു സൂപ്പർ പവർ ആൻഡ് ടോർക്ക് കോൺഫിഗറേഷൻസ് ആണ് ഇതിന്റെ എല്ലാ വേരിയൻസിലും മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് മഹീന്ദ്ര XUV 700 എല്ലാ വേരിയൻസിലും മഹീന്ദ്ര കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. XUV 700 ഏറ്റവും ബേസ് വേരിയന്റ് ആണ് MX വേരിയന്റ്. ഒരു ബേസ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊരു ബേസ് വേരിയന്റിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, അതുപോലെ തന്നെ മാനുവലായി ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡേ ആൻഡ് നൈറ്റ് IRVMs, ABS വിത്ത് EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, 80 km/h സ്പീഡിന് മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ഹൈ സ്പീഡ് അലേർട്ട്. പിന്നെ സ്റ്റൈലിഷ് ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് ആണ് ഈ വണ്ടിയിൽ കാണുന്നത്. LED ടെയിൽ ലാംപ്സ് ഉണ്ട്. 17 ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ് ആണ് ഈ ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ കുറച്ച് ഫംഗ്ഷണൽ ആൻഡ് എന്റർടൈൻമെന്റ് ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 8 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഒരു 7 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. മെർസിഡീസ് ബെൻസിലൊക്കെ കാണുന്ന പോലെ ഒരു ഡ്യുവൽ HD സിംഗിൾ ടച്ച് സ്ക്രീൻ കൺസോളിലാണ് ഇത് രണ്ടും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, പക്ഷേ ആപ്പിൾ കാർപ്ലേ അവൈലബിൾ അല്ല. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സും ഈ വണ്ടിയിലുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. XUV 700 നെക്സ്റ്റ് വേരിയന്റ് ആയ AX3 വേരിയന്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അഡ്നോക്സ് പവേർഡ് വേരിയന്റ് ആണ്. അതായത് കുറച്ചുകൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് വേരിയന്റ് ആണ് AX3, AX5, AX7 എന്നൊക്കെ. ഈ AX3 വേരിയന്റിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്നോക്സ് കണക്ട് എന്ന ഒരു കണക്റ്റഡ് കാർ ടെക്നോളജിയാണ് ഇതിലുള്ളത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ AC ഓൺ ചെയ്യുക എന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ 60-ൽ പരം ഫീച്ചേഴ്സ് ആണ് ഈ അഡ്നോക്സ് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സിലുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റൈലിഷ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ LED DRLs അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വീൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ മഹീന്ദ്ര വീൽ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫങ്ഷണൽ ആൻഡ് എന്റർടൈൻമെന്റ് ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10.25 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്യുവൽ HD സിംഗിൾ കൺസോളിലാണ് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കൊടുത്തിട്ടുള്ളത്. വയർലെസ് ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഫീച്ചർ അവൈലബിൾ ആണ്. 6 സ്പീക്കേഴ്സ് ആണ് AX3 വേരിയന്റിൽ ഉള്ളത്. ഇതിൽ മറ്റൊരു പ്രത്യേക സവിശേഷത എന്തെന്ന് വെച്ചാൽ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ആമസോൺ അലക്സ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് TVയിലും സ്മാർട്ട് എക്കോ ഡിവൈസസിലും ഒക്കെ ആമസോൺ അലക്സ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വോയിസ് കമാൻഡ് ഉപയോഗിച്ച് വണ്ടിയിലും നിങ്ങൾക്ക് ആമസോൺ അലക്സ വഴി പല ഫീച്ചേഴ്സും റൺ ചെയ്യാവുന്നതാണ്. AX സീരീസിലെ അടുത്ത വേരിയന്റ് ആണ് AX5 വേരിയന്റ്. AX3യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും AX5ൽ അവൈലബിൾ ആണ്. ഇതിനു പുറമെ കുറച്ച് അഡീഷണൽ സേഫ്റ്റി ആൻഡ് സ്റ്റൈൽ റിലേറ്റഡ് ഫീച്ചേഴ്സ് ഈ വണ്ടിയിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കർട്ടൻ എയർ ബാഗ്സ്, അതുപോലെ തന്നെ LED ക്ലിയർ വ്യൂ ഹെഡ് ലാംപ്സ് ഈ AX5 വേരിയന്റിൽ അവൈലബിൾ ആണ്. അതിനോടൊപ്പം കോർണറിംഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്റ്റൈലിഷ് ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സീക്വൻഷ്യലി ബ്ലിങ്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഒരു 17 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ഫീച്ചറാണ് പാനറോമിക് സൺറൂഫ്. മഹീന്ദ്ര ഇതിനെ ട്രേഡ് മാർക്കായിട്ട് സ്കൈ റൂഫ് എന്നാണ് പറയുന്നത്. ഇതിലെ മറ്റൊരു സവിശേഷത എന്തെന്ന് വെച്ചാൽ ആമസോൺ അലക്സ വഴി എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്കൈ റൂഫ് ആണ്. സോ നിങ്ങൾക്ക് സ്കൈ റൂഫ് തുറക്കണമെങ്കിൽ അലക്സ വഴിയുള്ള വോയിസ് കമാൻഡിലൂടെയും സ്കൈ റൂഫ് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. AX സീരീസിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് AX7. AX7 വേരിയന്റിന്റെ പ്രൈസ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിന്റെയും ലിസ്റ്റ് ഇതുവരെ മഹീന്ദ്ര റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ മഹീന്ദ്രയോട് ചോദിച്ചറിഞ്ഞ് നമുക്കിതിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റൈൽ റിലേറ്റഡ് എലിമെന്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലെതറേറ്റ് സീറ്റ്സും അതുപോലെ തന്നെ ലെതറേറ്റ് സ്റ്റിയറിംഗ് വീൽ കവറുമാണ്
AX7-ൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ 18 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് ഫംഗ്ഷണൽ ആൻഡ് എന്റർടൈൻമെന്റ് ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മഹീന്ദ്രയുടെ മറ്റു വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് AC ഇതിലുണ്ട്. ഇലക്ട്രിക്കലി പവേർഡ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് ആണ് ഇതിലുള്ളത്. ഇതിൽ മെമ്മറി കപ്പാസിറ്റി ഉണ്ട്. നൗ ടോക്കിംഗ് അബൌട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ്, വളരെയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതിന്റെ ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ AX7-ൽ മഹീന്ദ്ര കൊടുത്തിട്ടുള്ളത്. സൈഡ് എയർ ബാഗ്സ്, അതുപോലെ തന്നെ ഡ്രൈവർ ഡ്രൗസിനെസ് അലേർട്ട്. മറ്റൊരു ഉഗ്രൻ സേഫ്റ്റി ഫീച്ചർ ഈ വണ്ടിയിലുള്ളത് സ്കോഡയിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ ADAS ഫീച്ചറാണ്, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം. സോ ഈ ADAS ഫീച്ചേഴ്സിന്റെ ഭാഗമായി കുറേയധികം മൾട്ടിപ്പിൾ സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ADAS ഹൈ ബീം അസിസ്റ്റ്, അതായത് ഓപ്പോസിറ്റിൽ നിന്നൊരു വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹെഡ് ലാമ്പ് ഹൈ ബീമിൽ നിന്നും ലോ ബീമിലോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് മാനുവലി ഇത് മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, പിന്നെ ADAS ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ്. അതുപോലെ തന്നെ മറ്റൊരു നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഗ്രൻ ഫീച്ചറാണ് ADAS ട്രാഫിക് സൈൻ ഡിറ്റക്ഷൻ. ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ച് പ്രീമിയം വണ്ടികളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഇന്റേണൽ എയർ ഫിൽറ്ററും AX7 വേരിയന്റിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്ര ഇതിനെ സ്മാർട്ട് ക്ലീൻ സോൺ എന്നാണ് വിളിക്കുന്നത്. സോ ഇതുവരെ നമ്മൾ കണ്ടത് ഓരോ വേരിയന്റ്സിലും മഹീന്ദ്ര കൊടുത്തിട്ടുള്ള സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഇത് കൂടാതെ വേറെയും കുറെ അഡീഷണൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഫീച്ചേഴ്സ് മഹീന്ദ്ര XUV 700 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഏതൊക്കെ വേരിയന്റ്സിലാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മഹീന്ദ്ര ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും XUV 700 ഓൺ റോഡ് ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അഡീഷണൽ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ തന്നെ ഈ വണ്ടിയിൽ പല ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ഒരു എക്കണോമി ഡ്രൈവിംഗ് മോഡായിട്ടുള്ള സിപ്പ്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡിന് തുല്യമായ സൂം ഡ്രൈവിംഗ് മോഡ്, പിന്നെ സിറ്റി ഡ്രൈവിലൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാപ്പ് ഡ്രൈവിംഗ് മോഡ്. ഈ 3 ഡ്രൈവിംഗ് മോഡ്സിന് പുറമെ ഒരു കസ്റ്റം ഡ്രൈവിംഗ് മോഡ് ഓൾസോ മഹീന്ദ്ര നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ടൈപ്പ് ഓഫ് പവർ ആൻഡ് ടോർക്ക് കോൺഫിഗറേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ കസ്റ്റം ഡ്രൈവിംഗ് മോഡിൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ 4 ഡ്രൈവിംഗ് മോഡ്സും മഹീന്ദ്രയുടെ ഡീസൽ വേരിയൻസിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണ്, മഹീന്ദ്ര XUV 700 ചില വേരിയൻസ് ഓൾ വീൽ ഡ്രൈവിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇത് കൂടാതെയുള്ള മറ്റ് അഡീഷണൽ ഫീച്ചർ ആണ് നാവിഗേഷന്റെ കാര്യം പറയുമ്പോൾ 3D മാപ്പ്, അതുപോലെ തന്നെ ലൈവ് ട്രാഫിക് അപ്ഡേറ്റ് എന്നിവ. പിന്നെ സോണിയുടെ ഒരു 3D സൗണ്ട് സിസ്റ്റം ഓൾസോ ഈ വണ്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്ന മറ്റൊരു ടെക്നോളജി ഇതിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിൽ നിങ്ങളുടെ സ്വന്തം മൊബൈൽ സ്ക്രീൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയറക്ട്ലി പ്രൊജക്ട് ചെയ്ത് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. എഗെയിൻ മെർസിഡീസ് ബെൻസിൽ നിന്നുമൊക്കെ കടമെടുത്ത പോലെ തന്നെ ഒരു ഇന്റലിജന്റ് കൺട്രോൾ ഫോർ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഓൾസോ ഈ വണ്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് വേരിയന്റിലാണ് ഇത് കൊടുക്കാൻ പോകുന്നത് എന്ന് മഹീന്ദ്ര ഇപ്പോഴും കൃത്യമായി പറഞ്ഞിട്ടില്ല. പിന്നെ റിയർ ഡിഫോഗർ, റിയർ വൈപ്പർ, റിയർ വാഷർ എന്നിങ്ങനത്തെ സാധാരണ ഒരു മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് ഓൾസോ ഈ വണ്ടിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മഹീന്ദ്ര XUV 700 കുറിച്ചുള്ള ഇൻട്രോഡക്ടറി ഇൻഫർമേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ എല്ലാ വേരിയൻസിന്റെയും പ്രൈസസ് ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് മഹീന്ദ്ര റിവീൽ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഒരു വേരിയന്റ് അനാലിസിസ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിലൂടെ മഹീന്ദ്ര XUV 700 എല്ലാ വേരിയൻസും എടുത്ത് അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ പ്രൈസസും കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഏതാണ് എന്നുള്ള ഞങ്ങളുടെ റെക്കമെൻഡേഷനും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ഓൾസോ അമർത്താൻ മറക്കണ്ട. കൂടുതൽ ഡീറ്റെയിൽസും ഇതുപോലെ കൂടുതൽ വെറൈറ്റി കോണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.